ശബരിമല എന്ന് പറയുന്നത് അവിടുത്തെ ഈ പ്രവർത്തനങ്ങൾ UDF സർക്കാരിൻ്റെ കാലത്തെയും ഇവരുടെയും ഭരണത്തെയും ഉറപ്പായിട്ട് ജനങ്ങൾ വിലയിരുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രാഷ്ട്രീയ നേതൃത്വമാണല്ലോ ഈ പത്മകുമാറിനെയും അതുപോലെ തന്നെ വാസു അടങ്ങിയ ആളുകൾ, അവരൊക്കെ രാഷ്ട്രീയ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളാണ്. അന്വേഷണം പൂർത്തീകരിക്കട്ടെ. അന്വേഷണം പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ പോരാട്ടം നടക്കുന്ന അരുവിക്കരയിലെ UDF സ്ഥാനാർത്ഥി VS ശിവകുമാർ റിപ്പോർട്ടറിനൊപ്പം ചേരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ട പ്രചാരണമാണ്, സ്ഥാനാർത്ഥി പര്യടനവും തുടങ്ങി. എങ്ങനെയാണ് അരുവിക്കരയുടെ മനസ്സ്? അരുവിക്കരയുടെ മനസ്സ് UDFന് അനുകൂലമാണ്. വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ആത്മവിശ്വാസമല്ല, ഉറച്ച വിശ്വാസം. നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. കാരണം അരുവിക്കരയിൽ ഞാൻ സ്ഥാനാർത്ഥിയായി വന്ന അന്നു മുതൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അവിടുത്തെ UDF പ്രവർത്തകരാണ്. അവർ വളരെ ആവേശത്തിലാണ്. കാരണം ഞാനവിടെ സ്ഥാനാർത്ഥിയായി വന്നു. അപ്പോൾ GKയുടെ ആ ഒരു കഴിഞ്ഞ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസത്തിന്. അവർക്കൊരു MLA ഇല്ല എന്നുള്ളതാണ്. അത് UDFകാർ മാത്രമല്ല, പൊതുജനങ്ങളും പല ആളുകളും, ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഒരു MLA ഞങ്ങൾക്ക് GKയ്ക്ക് ശേഷം ഉണ്ടായിട്ടില്ല, അത് അങ്ങ് വന്നാൽ ഞങ്ങൾ ഉറപ്പായി വിജയിപ്പിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് അവർ നടത്തിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ UDF സംസ്ഥാനത്ത് ഏറ്റവും ചർച്ചയാക്കുന്ന വിഷയം ഡീലാണ്. ഈ RSS CPM ബാന്ധവമാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയം ചർച്ചയാകുമ്പോൾ അരുവിക്കരയിലും സമാനമായ വിഷയം ഉയർത്തുന്നുണ്ടോ? അരുവിക്കരയിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല. പിന്നെ പ്രധാനമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത് പരാജയഭീതി മുന്നിൽ കണ്ടുകൊണ്ടാണ്. അവർക്കിപ്പോൾ 10 വർഷക്കാലത്തെ ഗവൺമെൻറ്റിൻ്റെ ഭരണത്തെക്കുറിച്ച് ജനങ്ങളോട് എന്ത് പറയാനാണ് അവർക്കുള്ളത്? ഞാൻ അരുവിക്കരയിലെ പല പ്രദേശത്തും പോയി. ബോണക്കാട് ആ പ്രദേശത്ത് ഞാൻ പോയി. അവിടെയൊക്കെ ഒരു ശവപ്പറമ്പ് പോലെ കിടക്കുകയാണ്. ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് 3 കോടി രൂപ അനുവദിച്ചു ആ ലയങ്ങൾ നിർമ്മാണം നടത്തുന്നതിലേക്ക് വേണ്ടി. 10 വർഷം കഴിഞ്ഞിട്ടും അത് അതുപോലെ കിടക്കുക, ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അവിടെ ഓരോ ആദിവാസി മേഖലകളിൽ എല്ലാ സ്ഥലത്തും ഞാൻ പോയി. അവർക്ക് അവിടെ റോഡില്ല, കുടിവെള്ളമില്ല, വൈദ്യുതിയില്ല. എന്താണ് അവിടുത്തെ MLA ചെയ്തതെന്ന് എനിക്ക് വളരെ അതിശയമാണ് തോന്നിയത്. നമ്മളൊക്കെ ജനപ്രതിനിധികളായിരുന്ന ആളുകളാണ്. സമൂഹത്തിലെ പാവപ്പെട്ട ആളുകളെ തിരിഞ്ഞു നോക്കാത്ത ഈ സർക്കാരിന് എങ്ങനെയാണ് ഇവർ വോട്ട് ചോദിച്ച് അവർ പോകുന്നത് എന്നുള്ളതിന് എനിക്ക് അതിശയമാണ്. അത്തരത്തിൽ ഇപ്പോൾ ജേഴ്സി ഫാമിൽ പോയി. അവിടെ സ്ത്രീകൾ പറയുന്നു, ഈ നമ്മുടെ വനമേഖല മുഴുവൻ വലിയ വന്യജീവി ആക്രമണമാണ്. ജീവിക്കാൻ നിവർത്തിയില്ല. ഒരു ഗവൺമെൻറ്റിന് ആളുകൾക്ക് സമൂഹത്തിൽ ഭയപ്പാടുകൂടാതെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കേണ്ട ഗവൺമെൻറ് ഉത്തരവാദിത്വമല്ലേ? ഏകദേശം 1000-ഓളം ആളുകളാണ് ഈ ഗവൺമെൻറ് കാലത്ത് വന്യജീവി ആക്രമണം കൊണ്ട് മരണപ്പെട്ടത്. ജേഴ്സി ഫാമിൽ എന്നോട് പറഞ്ഞത് അവിടെ ആനശല്യമാണ്, കുടിവെള്ളം കിട്ടുന്നില്ല, റോഡുകൾ മുഴുവൻ തകർന്നു കിടക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതിവിശേഷം. ഈറ്റ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, തൊഴിലില്ല അവർക്ക്, ആത്മഹത്യയുടെ വക്കിലാണ്. അത് ഏറ്റവും കൂടുതൽ അരുവിക്കര. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നതിന് പകരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ശ്രമമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരാജയം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. അവർക്ക് മറ്റു തരത്തിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചു വിടുക എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരണം എന്നുള്ളത് ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടി കേരളത്തിൽ ജനങ്ങൾ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഗ്യാസിൻ്റെ ലഭ്യത ഇല്ലാത്ത കാരണം എന്താണ്? കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റാണെങ്കിൽ ഇതൊക്കെ സമയബന്ധിതമായി ഈ ഇറക്കുമതി ചെയ്ത് മറ്റ് പല യുദ്ധം ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ മറ്റു പല രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യും. ഇപ്പോൾ തട്ടുകടകൾ പോലും പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല. അപ്പോൾ ഇതൊക്കെ മറിക്കുന്നതിലേക്ക് വേണ്ടി BJPയും അതുപോലെ തന്നെ CPMും ചേർന്നുള്ള അന്തർധാര വളരെ വ്യക്തമാണ്. അവരുടെ രണ്ടുപേരുടെയും ലക്ഷ്യം കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. അതിവിടെ നടക്കില്ല. കാരണം ജനവിരുദ്ധ സർക്കാരാണ്. ആ സർക്കാരിനെതിരെ ജനങ്ങൾ ആഞ്ഞടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായ സംശയമില്ല. ശിവകുമാർജി, ഇപ്പം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നോക്കുമ്പോൾ ഏതാണ്ട് പ്രധാനപ്പെട്ട 10 മണ്ഡലങ്ങളിലെങ്കിലും ധാരണയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് പല മണ്ഡലങ്ങളിലും ഇവർ പരസ്പര ധാരണ LDFും ഒപ്പം BJPയും തമ്മിലുണ്ട്. ദുർബലരായ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കുന്നു. അങ്ങനെ ഒരു ഭീഷണി തിരുവനന്തപുരത്ത് പല മണ്ഡലങ്ങളിലുണ്ട്. അരുവിക്കരയിൽ അത്തരമൊരു ധാരണ സംശയിക്കുന്നുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. വികസനം പറയാനില്ലാത്തത് കൊണ്ട്
ഓരോ സ്ഥലങ്ങളിൽ ഓരോ കാര്യങ്ങളെക്കുറിച്ച് അവർ പറയുന്നു എന്നുള്ളതാണ്. അന്തർധാര ആരാണ്? CPM-ഉം BJP-യുമായിട്ടാണ്. അവർക്ക് UDF-നെ പരാജയപ്പെടുത്തണം. അതിനെന്തെല്ലാം ചെപ്പടി വിദ്യകൾ കാണിക്കാമോ ആ ചെപ്പടി വിദ്യകൾ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അത് ഏതെങ്കിലും തരത്തിൽ സംസ്ഥാനത്ത് ഒരു അധികാരത്തിൽ ധരിച്ചെത്താനുള്ള UDF-ന്റെ ശ്രമത്തിന് ഒരു വെല്ലുവിളിയായി മാറുമോ? ഒരിക്കലും മാറില്ല. അവർക്ക് എങ്ങനെയെങ്കിലും മൂന്നാം തുടർഭരണം കിട്ടുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അവർ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞവർക്ക് വോട്ട് ചോദിക്കാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് അവർ BJP-യും CPM-ഉമായി ഒന്നിച്ച് ചേർന്നുകൊണ്ട് UDF-നെ പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള പല തന്ത്രങ്ങളും അവർ മെനയുകയാണ്. അതിലൊന്നും UDF-ന് പരാജയമുണ്ടാകില്ല. UDF ചരിത്ര വിജയം നേടും. അരുവിക്കരയിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നുള്ളതാണ് എൻ്റെ കണക്കുകൂട്ടൽ. അവിടെ ജനങ്ങൾ ആ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇപ്പോൾ സജീവമായി തന്നെ ചർച്ചയാകുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ. അത് തീർച്ചയായിട്ടും സജീവമായ ചർച്ച ആകുമല്ലോ. ഞാൻ ദേവസ്വം മന്ത്രിയായിരുന്നയാളാണ്. 5 വർഷക്കാലം ശബരിമലയിൽ നമ്മൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഒരു കാലത്തുമില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത്. ബഡ്ജറ്റിൽ ആദ്യമായി ശബരിമലയുടെ വികസനത്തിന് വേണ്ടി തുക ഉൾക്കൊള്ളിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. അവിടെ ശബരിമലയിലും പമ്പയിലുമായി 110 ഹെക്ടർ സ്ഥലം ഏറ്റെടുത്ത് 12 ഹെക്ടർ സ്ഥലം ശബരിമലയിലും 110 ഹെക്ടർ നിലയ്ക്കലും ഏറ്റെടുത്ത് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഇന്നത്തെ പ്രസിഡന്റ് ജയകുമാറിനെ അന്ന് ഹൈപ്പവർ കമ്മിറ്റിയുടെ ചെയർമാനാക്കി വെച്ച് 5 വർഷക്കാലം അവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് എണ്ണി പറയാൻ കഴിയും. ഈ ഗവൺമെൻറ് വന്ന് എന്താണ് ചെയ്തത്? ആദ്യം നമ്മൾ കൊടുത്ത അഫിഡവിറ്റിന്, ഞാൻ ദേവസ്വം മന്ത്രി ആയിരുന്നപ്പോഴാണ് അഫിഡവിറ്റ് കൊടുത്തത്, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കണം. പക്ഷേ ഇവർ മാറ്റിക്കൊടുത്ത് അതിൻ്റെ പേരിൽ ഒരു ഉത്തരവ് വാങ്ങി. എന്തൊരു വിവാദമാണ് കേരളത്തിലുണ്ടാക്കിയത്. വിശ്വാസികളുടെ വികാരങ്ങളെ ഇത്രയധികം വ്രണപ്പെടുത്തിയ ഒരു സർക്കാർ ഉണ്ടായിട്ടുണ്ട്. അത് കൊടുത്ത് ഈ കേരളം മുഴുവൻ കലാപകലുഷിതമാക്കുന്ന സാഹചര്യം ഉണ്ടാക്കി വിശ്വാസികളുടെ ഹൃദയത്തിൽ ആഴത്തിലുള്ള വേദനയുണ്ടാക്കുന്ന തരത്തിൽ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റി പോലീസ് അകമ്പടിയോടുകൂടി മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങളൊക്കെ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അട്ടിമറിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചവർ ഇപ്പോൾ സ്വർണ്ണക്കൊള്ള നടത്തി എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ നമുക്കാർക്കും കഴിയുന്നില്ല. ലോകത്തിലെ ഏറ്റവും വലിയൊരു മതേതര കാഴ്ചപ്പാടുള്ള ഒരു ക്ഷേത്രമാണ് ശബരിമല എന്ന് പറയുന്നത്. ആ ശബരിമല ക്ഷേത്രത്തിൽ എന്താണ് അവിടെ നടത്തിയ ഈ ഗവൺമെൻറ്? സ്വർണ്ണപ്പാളികൾ മോഷണം നടത്തി. അത് ഇവരുടെയൊക്കെ ഭരണാധികാരികളുടെ അനുമതിയോടുകൂടി ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും കമ്മീഷണറും എല്ലാവരും കൂടി അറിഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളല്ലേ ഇത് നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. അത്തരത്തിലുള്ള സാഹചര്യം ദ്വാരപാലക വിഗ്രഹങ്ങൾ അടിച്ചു മാറ്റി. അപ്പോൾ അത്തരത്തിൽ അത് പിന്നെ ഈ ഹൈക്കോടതി നിയമിച്ച കമ്മീഷണർ ഇത് റിപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. അത്തരത്തിൽ അവരുടെ ഈ സ്വർണം അടിച്ചു മാറ്റി എന്നുള്ളത് മാത്രമല്ല, മോഷണം നടത്തി എന്നുള്ളത് മാത്രമല്ല, അവിടെയുള്ളത് വിശ്വാസികളെ വെല്ലുവിളിക്കുക എന്നുള്ളതാണ് ഇവരുടെ അടിസ്ഥാനപരമായിട്ടുള്ളത്. ശബരിമലയൊന്നും ഒരു വിശ്വാസികളുടെ ക്ഷേത്രമല്ല എന്നുള്ള തരത്തിൽ വിശ്വാസികളുടെ അവരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോയത്. തീർച്ചയായിട്ടും അതുകൊണ്ട് ശബരിമല എന്ന് പറയുന്നത് അവിടുത്തെ ഈ പ്രവർത്തനങ്ങൾ UDF സർക്കാരിൻ്റെ കാലത്തെയും ഇവരുടെയും ഭരണത്തെയും ഉറപ്പായിട്ട് ജനങ്ങൾ വിലയിരുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. യുവതീ പ്രവേശനത്തിൻ്റെ ഒടുവിൽ സർക്കാർ തിരുത്തുകയാണ്. അഫിഡവിറ്റിലേക്ക് അത് ആചാരത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഘട്ടം വന്നു. എങ്ങനെയാണ് ആ നിലപാട് മാറ്റത്തെ കാണുന്നത്? ഇവർ 4 വോട്ടിന് വേണ്ടി അവസരവാദപരമായ നിലപാടുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ സമയബന്ധിതമായി മനസ്സിലാക്കുന്നവരല്ല. എന്തൊരു കലാപമാണ് ഈ ഇത്തരത്തിലുള്ള അഫിഡവിറ്റ് കൊടുത്ത് ഈ കേരളത്തിലവരുണ്ടാക്കിയത്. ഇവിടെ എത്ര കേസുകളെടുത്തു, എത്ര സമരങ്ങൾ നടന്നു. അപ്പോൾ അവർക്ക് അപ്പോഴൊന്നും അത് മനസ്സിലായില്ല. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വലിയ പരാജയമുണ്ടായപ്പോൾ എല്ലാ സ്ഥലത്തും വീടുകളിൽ പോയി പറയും. പക്ഷേ ഇതുവരെ ആ അഫിഡവിറ്റ് എന്ന് പറയുന്നത് വ്യക്തതയോടുകൂടി കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അവർ ഈ കള്ളക്കളി കളിക്കുകയാണ് ഈ കാര്യത്തിൽ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സ്വർണ്ണക്കൊള്ള അങ്ങ് ദേവസ്വം മന്ത്രിയായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് കൃത്യമായി കാര്യങ്ങൾ അറിയാം. അത് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ മാത്രം നടത്തിയതാണെന്ന് സംശയിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അതിൽ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ടെന്നാണ് അങ്ങ് കരുതുന്നത്? രാഷ്ട്രീയ നേതൃത്വമാണല്ലോ ഈ പത്മകുമാറും അതുപോലെ തന്നെ വാസു അടങ്ങിയ ആളുകൾ. അവരൊക്കെ രാഷ്ട്രീയ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളാണ്.
അന്വേഷണം പൂർത്തീകരിക്കട്ടെ. അന്വേഷണം പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. വീഡിയോ ജേർണലിസ്റ്റ് NS റിജുവിനൊപ്പം റിപ്പോർട്ടർ ആർ. ഷിപ്പാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.